വെൽക്കം ടു റിയൽ അനാലിസിസ് ക്ലാസ്. ഇന്ന് നമ്മൾ കടക്കുന്നത് പുതിയ മൊഡ്യൂളിലേക്കാണ്. റിയൽ അനാലിസിസിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീക്വൻസസ് ആൻഡ് സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്, ബാർട്ട്ലേൻ്റെ ടെക്സ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് സീക്വൻസസ് ആൻഡ് സീരീസ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീക്വൻസസ് ആണ്. ഓക്കെ, sequences ആണ്. What is a sequence? A sequence is a function from natural numbers to real numbers. A real sequence is a function from set of all natural numbers to R, or a function whose domain is a set of natural numbers and whose range is contained in set of real numbers is called a real sequence or sequence in R. A sequence in a set S എന്ന് പറഞ്ഞ അർത്ഥം, ഒരു ആർബിട്രറി സെറ്റ് എസ് എടുത്താൽ സീക്വൻസ് ഇൻ എസ് എന്ന് പറഞ്ഞ അർത്ഥം നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും എസ്സിലേക്കുള്ള ഒരു ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുക. അപ്പോൾ വി ഡിനോട്ട് സീക്വൻസ് ബൈ ക്യാപിറ്റൽ എക്സ് ഓർ എക്സ് എൻ. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ കാര്യമായിട്ട് ഡിനോട്ട് ചെയ്യുക, ക്യാപിറ്റൽ എക്സ് അല്ലെങ്കിൽ എക്സ് എൻ. അപ്പോൾ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം set of all natural numbers to real numbers. ഓക്കെ, നമ്മൾ ഇതിലൊരു മെമ്പറെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. എക്സ് എൻ എന്ന് പറഞ്ഞാൽ അതൊരു അതിൽ എലമെൻറ്റ് ഓഫ് ദ സീക്വൻസ് അല്ലെങ്കിൽ മെമ്പർ ഓഫ് ദ സീക്വൻസ് എന്ന് പറയും. ഓക്കെ, നമ്മൾ സീക്വൻസിനെ ഡിനോട്ട് ചെയ്യുക എക്സ് എന്നിന് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട്, എക്സ് എൻ ഇതാണ് നമ്മളെ സീക്വൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സീക്വൻസ് ആയിട്ട് സീക്വൻസ് 1/n, അല്ലെങ്കിൽ ഇതിനെങ്ങനെ ഒരു നൊട്ടേഷൻ ഉണ്ട്, വേറെ നൊട്ടേഷനാണ് സീക്വൻസ് എക്സ് എൻ n element of n. ഇങ്ങനെയും നൊട്ടേഷൻ ഉണ്ട്, സീക്വൻസ് എക്സ് എൻ n element of n. ഓക്കെ, ദാറ്റ് ഈസ് x1 x2 x3 എക്സെട്ര. സോ 1/n n element of n ഇതൊരു സീക്വൻസ് ആണ്. ഓക്കെ, ഈ ബ്രാക്കറ്റാണ് വരിക, n element of n ഇതൊരു സീക്വൻസ് ആണ്. 1/1 1/2 1/3 1/4 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് സീക്വൻസ് ഓഫ് നാച്ചുറൽ സീക്വൻസ് ആണ് ഇത്. 1/n സീക്വൻസ് 1/n. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഒരു സീക്വൻസ് തന്നെയാണ്. 1 2 3 4 5 എക്സെട്ര, ഇതും ഒരു സീക്വൻസ് തന്നെയാണ്. ഓക്കെ, സീക്വൻസിനെ പല വിധത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സീക്വൻസിന് ഇതൊരു എക്സ് എന്നുള്ളൊരു സീക്വൻസ് ആണ് ഇത്, 1 2 3 4 എക്സെട്ര. അല്ലെങ്കിൽ വേറൊരു സീക്വൻസ് ഞാൻ എക്സ് എൻ ഈസ് ഈക്വൽ ടു 1/2 1/4 1/6 1/8 എക്സെട്ര. ഈ സീക്വൻസിന് ഇതെന്താ, റെസിപ്രോക്കൽ ഓഫ് ഈവൻ നമ്പേഴ്സ്, അതാണ് ഈ സീക്വൻസ്. ഇനി ഇതിനെ തന്നെ എനിക്ക് ഇങ്ങനെയും എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു സീക്വൻസ് 1/2n വേർ n element of n. ഇങ്ങനെയും പറയാം, സീക്വൻസ് 1/2n n element of n എന്നും പറയാം. അപ്പോൾ എന്താ, എന്നിന് 1 കൊടുത്താൽ 1/2, 2 കൊടുത്താൽ 1/4 1/6 1/8 എക്സെട്ര എന്ന് വരും. അപ്പോൾ ഇങ്ങനെ സീക്വൻസിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം, 1/2n n element of n. ഓക്കെ, ഇനി കോൺസ്റ്റന്റ് സീക്വൻസ്, ഇപ്പോൾ ഈ സീക്വൻസിനെ പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് സീക്വൻസ്. കോൺസ്റ്റന്റ് ബി 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 എക്സെട്ര. ഇവിടെ വേർ ബി ഈസ് എ റിയൽ നമ്പർ ഈസ് കോൾഡ് എ കോൺസ്റ്റന്റ് സീക്വൻസ് ബി. ഈ ബിക്ക് പകരം 1 കൊടുത്തെങ്കിൽ 1 1 1 1 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് സീക്വൻസ് 1 എന്ന് പറയും. അതേപോലെ തന്നെ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ 0 0 0 എക്സെട്ര എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസ് ആണ് സീക്വൻസ് 0, അത് കോൺസ്റ്റന്റ് സീക്വൻസ് 0. അതേപോലെ ഇനി നമുക്ക് വേറൊരു സീക്വൻസുകൾ ഇനി വേറൊരു വിധത്തിൽ നമുക്ക് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിബിനാക്കി സീക്വൻസ്, നമുക്കറിയാം ഫിബിനാക്കി സീക്വൻസ് അതെന്താ, 1 1 2 3 5 8 11 8 കഴിഞ്ഞാൽ 13 21 എക്സെട്ര. എന്താ ചെയ്യുന്നത്, ഫസ്റ്റത്തെ 2 ടേം 1 1, പിന്നെ നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ ടേം വരെ ഫസ്റ്റത്തെ 2 ടേം ആഡ് ചെയ്താൽ മൂന്നാമത്തെ ടേം കിട്ടി. പിന്നെ തൊട്ട് 2 ഈ 1 2 ആഡ് ചെയ്താൽ 3 കിട്ടി. 2 3 ആഡ് ചെയ്യുമ്പോൾ 5, 3 5 ആഡ് ചെയ്താൽ 8, 5 8 ആഡ് ചെയ്താൽ 13, 13 + 8 21 എക്സെട്ര. അങ്ങനെ തൊട്ടടുത്തുള്ള 2 തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള 2 ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് അടുത്ത. ഓക്കെ, അടുത്ത മെമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടുത്ത മെമ്പർ എന്താ, തൊട്ട് മുന്നത്തെ 2 ആഡ് ചെയ്യുക, 21 13 ആഡ് ചെയ്താൽ 34 അടുത്ത് വരിക. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ നോക്കുക. Sequence Fn is defined by F1 is equal to 1, F2 is equal to 1, and Fn plus 1 is equal to Fn minus 1 plus Fn.
നോക്ക് f1 1 f2 1 where n is equal to 1 2 3 etc. n equal to 2 3 etc. 2 3 etc. that is f3 എന്താ വരിക f2 1 ആണ് f3 2 കൊടുത്താൽ n ന് 2 കൊടുത്താൽ f3 കിട്ടും f3 equal to f1 plus f2 f1 plus f2 that is 1 plus 1 2 2 കിട്ടും f3 2 കിട്ടും f4 എന്താ കിട്ടുക n ന് 3 കൊടുത്താൽ f4 കിട്ടും f4 എന്താ കിട്ടുക f2 plus f3 f2 plus f3 എന്ന് പറഞ്ഞാൽ 2 plus 3 5 അതാണ് f4 കിട്ടുക f4 5 ആണ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക സീക്വൻസിനെ ഡിനോട്ട് ചെയ്യുക ഓക്കെ നൗ ഓക്കെ ഡെഫിനിഷൻ ഓഫ് എപ്പോഴാണ് ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യാൻ നോക്കുക ഒരു സീക്വൻസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുക ഒരു സീക്വൻസ് xn x equal to xn sequence x equal to xn is said to converge to x if for every epsilon greater than 0 there exists a k belongs to natural numbers such that for every n greater than or equal to k, xn satisfy mod xn minus x less than epsilon. എന്താണ് ഇത് പറയുന്നത് എന്താണ് നമ്മളെ ഡെഫിനിഷൻ പറയുന്നത് ഇതാണ് ഡെഫിനിഷനാണിത് ഇവിടെ ഡെഫിനിഷനാണ് ഡെഫിനിഷൻ x equal to xn is said to converges to x a real number x. If x is a real number and xn is a sequence x equal to xn is said to converges to a real number x if for every epsilon greater than 0 എത്ര ചെറിയ epsilon എടുത്താലും ഒരു k നമുക്ക് കണ്ടെത്താൻ പറ്റണം ഒരു k എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പർ നമുക്ക് കണ്ടെത്താൻ പറ്റണം such that for every n greater than or equal to k ക്ക് ശേഷമുള്ള എല്ലാ nകൾക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ k ആയിട്ട് 100 ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണ് 100ന് ശേഷമുള്ള എല്ലാ നാച്ചുറൽ നമ്പറിനും xn സാറ്റിസ്ഫൈ ചെയ്യണം എന്ത് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആവണം ദാറ്റ് ഈസ് k 100 ആണെങ്കിൽ x സഫിക്സ് n എന്താ 100ഓ അതിൽ കൂടുതലോ ഉള്ളവരാണ് അപ്പോൾ x 100 x 101 x 102 x സഫിക്സ് 100 മുതൽ അങ്ങോട്ടൊക്കെ ദാറ്റ് ഈസ് x സഫിക്സ് 100 x സഫിക്സ് 101 x സഫിക്സ് 102 x സഫിക്സ് 103 x സഫിക്സ് 104 എക്സെട്ര x സഫിക്സ് 1000 എക്സെട്ര അങ്ങനെയുള്ള x സഫിക്സ് 100ന് ശേഷമുള്ള 100ാമത്തെ ടേം മുതൽ അങ്ങോട്ടുള്ള എല്ലാ ടേമും എക്സുമായിട്ടുള്ള അകലം അപ്സിലോണിൽ കുറയണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് ഓക്കെ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുക നമ്മൾ ഞാൻ പറയാണ് 1/n 0ലേക്ക് കൺവേർജ് സീക്വൻസ് 1/n കൺവേർജസ് ടു 0 നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം കൺവേർജസ് എന്നുള്ളതിന് എങ്ങനെ നൊട്ടേഷൻ ഉണ്ട് കൺവേർജസ് ടു 0 സീക്വൻസ് 1/n കൺവേർജസ് ടു 0 എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ അപ്സിലോൺ കെ ഗെയിം എന്നൊക്കെ പറയാം നിങ്ങൾ എനിക്ക് അപ്സിലോൺ പറഞ്ഞു തരുമ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്ക് കെ പറഞ്ഞു തരണം ഞാൻ ക്ലെയിം ചെയ്യാണ് ഞാൻ പറയാണ് എന്ത് എക്സ് 1/n 0ലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചെറിയ അപ്സിലോണുകൾ തരണം ചെറിയ അപ്സിലോൺ തന്നിട്ട് എനിക്ക് ഇവർ തമ്മിലുള്ള അകലം 1/nഉം 0യും തമ്മിലുള്ള അകലം നിങ്ങൾ പറഞ്ഞ അപ്സിലോണിൽ കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ കൺവേർജ് ചെയ്യൂല അപ്പോൾ കൺവേർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എത്ര ചെറിയ അപ്സിലോൺ തന്നാലും 1/nഉം 0യും തമ്മിലുള്ള അകലം ആ അപ്സിലോണിലും എനിക്ക് കുറയ്ക്കാൻ പറ്റണം അപ്പോൾ നിങ്ങൾ എനിക്കൊരു അപ്സിലോൺ തന്നു നിങ്ങൾ എനിക്ക് തന്ന അപ്സിലോൺ 0.01 ആണെന്ന് വിചാരിക്കുക 0.01 എന്ന് പറഞ്ഞാൽ എത്ര 1/100 1/100 തന്നാൽ ഞാൻ k എത്ര എടുക്കും അറിയോ k ഞാൻ എടുക്കും 100 എടുക്കും k 100 എടുത്താൽ അല്ലെങ്കിൽ k 101 എടുക്കും 101 എടുക്കും ഞാൻ k ആയിട്ട് 101 അതിൻ്റെ മുകളിൽ ആരെ വേണമെങ്കിലും എടുക്കാം ഞാൻ ഏറ്റവും മിനിമം തന്നെ എടുത്ത് 101 എടുത്ത് k അങ്ങനെയാണെങ്കിൽ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k 101ന് ശേഷമുള്ള nകൾക്ക് എന്തായിരിക്കും സംഭവിക്കുക മോഡ് 1/n മൈനസ് 0 മോഡ് 1/n മൈനസ് 0 എന്ന് പറഞ്ഞാൽ എത്ര 1/n തന്നെയാണ് 1/n minus 0 is 1/n. Mod 1/n is 1/n itself because 1/n is positive. N is positive, so 1/n is positive. So mod 1/n is 1/n itself. So 1/n will be 1/n and 1/n will be less than. നോക്ക് n greater than or equal to 1/k ആയതുകൊണ്ട് 1/n less than or equal to 1/k ആവും ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ n greater than k ആവുമ്പോൾ 1/n less than 1/k ആവും അല്ലേ a greater than b ആണെങ്കിൽ 1/a less than 1/b ആണല്ലോ
തിരിഞ്ഞു വരുമല്ലോ. അപ്പോൾ 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k ആണ്. ഇനി 1/kയോ 1/k എന്ന് പറഞ്ഞാൽ എത്ര? 1/k എന്ന് പറഞ്ഞാൽ 1/101 ആണ്. 1/k എന്ന് പറഞ്ഞാൽ 1/101 ആണ്. 1/101 1/101 ആണ് 1/k എന്ന് പറഞ്ഞാൽ. ഈ 101 ആരെക്കാൾ ചെറുതാണ്? 1/100 ചെറുതാണ്. ദിസ് ഈസ് ലെസ് ദാൻ 1/100 ആൻഡ് 1/100 ഈസ് ഈക്വൽ ടു എപ്സിലോൺ. 1/n 1/k കുറവാണ്. 1/k ആണ് ആര്? ഈക്വൽ ടു 1/100 ആണ്. 1/k എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1/101 ആണ്. 1/101 ആണ്. 1/101 ലെസ് ദാൻ 1/100 ആണ്. 1/101 ലെസ് ദാൻ 1/100 ആണ്. 1/100 ആണ് എപ്സിലോൺ എന്ന് പറഞ്ഞത്. സോ എഫക്റ്റീവ്ലി എനിക്ക് എന്താ കിട്ടിയത്? മോഡ് 1/n - 0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. കെക്ക് ശേഷമുള്ള എല്ലാ എന്നുകൾക്കും ഇത് ശരിയാവും. കാരണം കെക്ക് ശേഷമുള്ള എല്ലാ എന്നുകൾക്കും 1/n ലെസ് ദാൻ 1/k ആവും. 1/n ലെസ് ദാൻ 1/k ആയിരിക്കും. അപ്പോൾ ഇത് സംഭവിക്കും. ഇനി നിങ്ങൾ എനിക്ക് എപ്സിലോൺ ആയിട്ട് കുറച്ചും കൂടി ചെറുത് എന്ന് വിചാരിക്കുക. 0.001 1/1000 എന്ന് വിചാരിക്കുക. 1/1000 തന്നാൽ അപ്പോഴും ഞാൻ എന്ത് കണ്ടെത്തും? ഇവിടെ ഞാൻ കുറച്ചും കൂടി വലിയ സ്റ്റേജ് എടുക്കും. 1/1001 എടുക്കും. 1/1001 എടുക്കും. അപ്പോൾ എനിക്ക് വീണ്ടും എന്താ കിട്ടുക? 1/n - 0 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k 1/1001 1/1001 ലെസ് ദാൻ 1/1000 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സംഖ്യ ഒന്നും അല്ലെങ്കിൽ ഇപ്പോൾ 0.002331 വിചാരിക്കുക. എപ്സിലോൺ ആയിട്ട് 0.002331 ആണെങ്കിൽ അത് 1/100 1/1000 ഫോമിലൊന്നുമല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ചോദിച്ചാൽ 1/എപ്സിലോൺ എടുക്കുക. ഇതിൻ്റെ 1/എപ്സിലോൺ ആക്കുക. അപ്പോൾ വലിയൊരു നാച്ചുറൽ നമ്പർ കിട്ടും. അല്ല, വലിയൊരു റിയൽ നമ്പർ കിട്ടും. 1/എപ്സിലോൺ ഒരു വലിയ റിയൽ നമ്പർ കിട്ടും. നമുക്കറിയാം ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പ്രകാരം അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും? ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവും. ആ നാച്ചുറൽ നമ്പറിനെ k ആയിട്ട് എടുക്കുക. എന്താ ചെയ്യേണ്ടത്? ദ നാച്ചുറൽ നമ്പർ ചൂസ് k belongs to n such that k greater than 1/epsilon. 1/epsilon തൊട്ട് മുകളിലുള്ള k. ഇപ്പോൾ 1/epsilon ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 1210.5 എന്നായിരിക്കുക. 1210.5 ആണെങ്കിൽ ഞാൻ എന്തെടുക്കുക? k 1211 എടുക്കുക, അല്ലെ 1215 എടുക്കുക, അല്ലെ 1230 എടുക്കുക. 1211.5 മുകളിലുള്ള ഏത് നാച്ചുറൽ നമ്പർ നിങ്ങൾക്ക് എടുക്കുക. അപ്പോൾ ഞാനൊരു നാച്ചുറൽ നമ്പർ k ചൂസ് ചെയ്താൽ ഇവിടുന്ന് എന്ത് കിട്ടും? 1/k ഗ്രേറ്റർ ദാൻ 1/epsilon എന്ത് കിട്ടും? കേനെ താഴേക്ക് ഇറക്കിയാൽ എന്ത് കിട്ടും? 1/k ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. 1/k ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. 1/k ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k ലെസ് ദാൻ എപ്സിലോൺ എന്ന് നേരിട്ട്